ജൈവ വൈവിധ്യത്തെ ആർക്കും ചൂഷണം ചെയ്യാമെന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് പ്രശസ്ത സാമൂഹിക പ്രവർത്തക മേധാ പട്കർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സബർമതി പഠന ഗവേഷണത്തിൽ സംസാരിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. ജൈവ വൈവിധ്യത്തെ ആർക്കും ചൂഷണം ചെയ്തില്ലാതാക്കാമെന്ന അവസ്ഥയാണുള്ളതെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സബർമതി പഠന ഗവേഷണ കേന്ദ്രത്തിൽ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് പ്രശസ്ത സാമൂഹിക പ്രവർത്തകയായ മേധാ പട്കർ പറഞ്ഞു. മഹാമാരിക്കാലത്ത് ഒട്ടേറെ നിയമങ്ങൾ ഭേദഗതി ചെയ്യപ്പെട്ടെങ്കിലും ഭൂരിഭാഗം ജനങ്ങളും അത് അറിഞ്ഞില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. Environmental acts are also violated and every natural resource is facing commodification. And that's why we remember Gandhi. Because today in the name of development, whatever is happening is something that is compelling people of Ladakh and Himalayas to fight the battle. Unless it is decentralized development planning, where the locals can take a decision as to what should be development and what should it not be, to save the natural resources not only from climate injustice but also constitutional injustice. We are all, as National Alliance of People's Movements, raising this issue in very different ways. We are putting up now a bill in the parliament on river protection and rejuvenation. And it's not only a question of river, but land, water, forest. When I went to Wayanad, the Churimala village, what is it that one realizes? When the forest is gone, the land becomes orphan and comes down. And those landslides which are occurring in Joshimath in Uttarakhand have occurred in Wayanad earlier also, but this time the 400 and more people have faced death, and the women are left behind to fight the battle. ജൈവ വൈവിധ്യം ചൂഷണം ചെയ്യുന്നവർ നഷ്ടപരിഹാരം നൽകിയാൽ മതിയെന്നതാണ് സ്ഥിതി. എന്നാൽ മുല്ലപ്പെരിയാറിൽ ഉൾപ്പെടെ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് നോക്കേണ്ടതെന്നും മനുഷ്യ ജീവജാലങ്ങൾ നാമാവശേഷമായ ശേഷം നഷ്ടപരിഹാരം നൽകിയിട്ട് എന്താണ് കാര്യമെന്നും മേധാ പട്കർ പ്രഭാഷണത്തിൽ ഉന്നയിച്ചു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ MLA TJ വിനോദ്, CR നീലകണ്ഠൻ, ഡോക്ടർ MC ദിലീപ് കുമാർ, നേതാക്കളായ KP ധനപാലൻ, ജെയ്സൺ ജോസഫ്, KB സാബു, ജാക്സൺ തോട്ടുങ്കൽ, ഷൈജു കേളന്തറ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തിന്റെ ഏറ്റവും സാമൂഹിക പ്രവർത്തകയും അതുപോലെ തന്നെ എല്ലാ സമര പോരാട്ടങ്ങളുടെയും അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും ബഹുമുഖ പ്രതിഭയായിട്ടുള്ള മേധാ പട്കർജിയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാനത്ത് നമ്മൾ സബർമതി പഠന ഗവേഷണ കേന്ദ്രം, നമ്മുടെ ഈ പോൾപൈമാണി മെമ്മോറിയൽ ലൈബ്രറിയും സന്ദർശിക്കാനും നമ്മളോട് ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കാനും ഒക്കെ ആയിട്ടാണ് ശ്രീമതി മേധാ പട്കർജിയുടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഗാന്ധിയൻ കോൺഗ്രസ് 100 പരിപാടിയിൽ കൂടി രാജേന്ദ്ര മൈതാനത്ത് പങ്കെടുത്തുവെന്ന് നമ്മൾ വളരെ സന്തോഷം തോന്നുന്നു. നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് സെഷൻ തന്നെയായിരുന്നു മേധാജിയുടേത്. തീർച്ചയായും നമ്മുടെ ഓഫീസിൽ എത്തിച്ചേർന്ന മേധാജിയെ we will heartily welcome on behalf of Sabarmati and District Congress Committee. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.